ഉമ്മമാരെ, വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ആ മദീനയിലും എത്തണ്ടേ, ആ റൗള ശരീഫിലും അതബോടെ നിൽക്കണ്ടേ, എന്നിട്ടൊന്ന് വിളിക്കണ്ടേ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. പദ്യമായി പാടാനല്ല, എന്തെങ്കിലും പറഞ്ഞു തീർക്കേണ്ടതില്ലേ എന്ന നിലക്ക് പറയാനല്ല. അവിടുന്ന് കിടക്കുന്ന സ്വർഗമല്ലേ മദീനത്തെ റൗള ശരീഫ്. ആ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് വിളിക്കണം, യാ നബി സലാം അലൈക്കും. കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ച് വിളിക്കണം. ആ വെള്ളം ജനങ്ങളെ കാണിക്കാനല്ല, ഹൃദയമാകുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ആ നേതാവിനോടുള്ള ഹുബ്ബ് പൊട്ടിയിട്ടൊലിക്കണം. കാണാൻ കഴിയാത്ത സങ്കടം പൊട്ടിയിട്ടൊലിക്കണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. മനസ്സ് പൊട്ടി ഒലിച്ചങ്ങ് വിളിച്ച് ആ മദീനത്തെ റൗള ശരീഫിന്റെ ഉള്ളിൽ നിന്നങ്ങ് ഇറങ്ങണം. എന്നിട്ടൊന്ന് അല്പം വിശ്രമിക്കണം. ആ വിശ്രമത്തിലങ്ങ് കാണണം മുഹമ്മദുർ റസൂലുള്ളാഹി. ആശയോടെ സിയാറത്ത് ചെയ്യണേ ഉപ്പമാരെ, ആഗ്രഹിച്ച് സിയാറത്ത് കാത്തിരിക്കണേ ഉമ്മമാരെ. നബിതങ്ങളെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിയത്തോടെ ആശ വെച്ച് പോകണം. ജനങ്ങളെ മുന്നിൽ ഞാൻ ഉംറക്ക് പോയി എന്ന് പറയാനല്ല, ഏതെങ്കിലും പാക്കേജ് ടൂർ പാക്കേജ് നടത്തുന്നവരെ ടൂർ പാക്കേജ് വിജയിപ്പിച്ചു കൊടുക്കാനല്ല, മറിച്ചു എന്റെ നേതാവിനെ ഒന്ന് കാണണം. കണ്ടുകിട്ടിയാലോ എനിക്ക് ആഖിറത്തിൽ വെച്ച് എന്റെ നേതാവിനെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, ഒതുവെടുത്തിട്ട് മുഖം തിളങ്ങുന്ന എന്റെ അതേ പ്രിയപ്പെട്ട അനുയായികളെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയല് കേൾക്കുന്ന ഉപ്പാ, വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാര്, എന്നെയും നിങ്ങളെയും തിരിച്ചറിഞ്ഞിട്ട് ആ നേതാവിനെ ഒന്ന് തിരിച്ചറിയണ്ടേ. അതിന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്ന് കാണണം. വലിയ സൗഭാഗ്യമാ. റബ്ബേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. അതിന് ഞങ്ങളെ കണ്ണ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റിനാൽ കറുത്തുപോയ ഹൃദയം ആ ഹബീബിനെ സ്നേഹിച്ച് ശുദ്ധിയാക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുന്ന് ചവിട്ടുന്ന മണൽ തരിയാകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു മഹാനായ ഇമാം ബുസീരി റഹിമഹുല്ലാഹ് ഹംസിയയിൽ പാടിക്കരഞ്ഞില്ലേ. നമുക്ക് അവരെ സ്നേഹവും അതേ കിട്ടാതെ പോയാൽ, ആ ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ കഴിയാതെ പോയാൽ നമ്മളെക്കാൾ നഷ്ടം പിടിച്ചവരാരാ? മഹാനായ അബുൽ നസ്ർ തങ്ങൾ പറയുന്നു, ഖബറിന്റെ ഉള്ളിലെത്തിയിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നില്ല. പിന്നെ എന്ത് സ്വർഗം? എന്റെ നേതാവ് എന്റെ മുഖത്ത് നോക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് സ്വർഗം? എനിക്ക് സ്വർഗം വേണ്ട. എന്റെ നേതാവിന്റെ പുഞ്ചിരിച്ചുള്ള മുഖം കാണണം. എന്റെ നേതാവിന്റെ സന്തോഷമുള്ള മുഖം കാണണം. ഖബറിന്റെ ഉള്ളിലെത്തിയിട്ട് എന്റെ നേതാവിലേക്ക് ഞാൻ നോക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നില്ല. 3 ദിവസം ഞാൻ ഈ ടെൻഷനില്ല. 3-ാമത്തെ ദിവസം ഞാൻ പേടിയോടെ അതപോടെ ആദരവോടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്
നബിയേ, എന്തിനാ എന്നെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞത്? ഖുതിൽതു അലൽ ഹഖ് അം അലൽ ബാതിൽ. ഖുർആൻ അതേ ഖുർആനിന് തുടക്കമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവനല്ലേ ഞാൻ ഹഖിലാണോ നബിയെ കൊല ചെയ്യപ്പെട്ടത്? അല്ല ബാത്തിലാണോ നബിയെ ഞാൻ കൊല ചെയ്യപ്പെട്ടു പോയത്? എന്റെ ആഖിറം പോയോ നബിയെ? എന്റെ വിശ്വാസത്തിൽ പിഴവ് വന്നു പോയോ നബിയെ? فقال النبي صلى الله عليه وسلم, അപ്പോഴാ എന്റെ നേതാവ് എന്നോട് മറുപടി പറഞ്ഞത്, അൻത അലൽ ഹഖ്, മോനെ നീ സത്യത്തിന്റെ മേലാണ്. പക്ഷേ എന്റെ വിഷം എന്താണെന്നറിയോ? നിന്നെ കൊല ചെയ്യപ്പെട്ടത് എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ കൈകൊണ്ടായി പോയല്ലോ. ഒരു തങ്ങളെ കൈകൊണ്ട് നിന്നെ കൊല ചെയ്യപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് ഒരു തങ്ങളെ കൈകൊണ്ട് നിന്നെ കൊല ചെയ്യപ്പെട്ടു പോയപ്പോ നിന്റെ മുഖത്ത് നോക്കാൻ ഞാൻ ലജ്ജിക്കുന്നു മോനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാദ കേൾക്കുന്ന സയ്യിദന്മാരുണ്ടോ? എന്റെ വാദ കേൾക്കുന്ന തങ്ങന്മാരുണ്ടോ? ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമുണ്ടാകുന്ന ഒരു പ്രവർത്തനം അരുതേ. അവിടുത്തെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, പാവപ്പെട്ട മുതല്ലിമായ എന്നോടും പറയുന്നു, അവിടുന്ന് നമ്മളെ എന്തെങ്കിലും തെറ്റിന്റെ കാരണത്താൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് ആ സ്വാലിഹീങ്ങളെ മുഖത്തേക്ക് നമ്മളെ കാരണത്താൽ നോക്കാതിരിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കരുതേ. ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി, ജീവിതത്തിലെ പൊരുത്തത്തിന് വേണ്ടി നബി തങ്ങളെ കണ്ട് ജീവിച്ച് നബി തങ്ങളെ കണ്ട് മരിക്കാൻ ആവശ്യമാക്കണമെന്ന് മുതല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാഹ് അവിടുത്തെ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. മദീന മുനവ്വറയിൽ ഒന്നെത്തണം. ഞങ്ങളെ നേതാവ് ചവിട്ടിയ മണൽത്തരികളിൽ ചെരുപ്പില്ലാതെ ബഹുമാനത്തോടെ ഒന്ന് ചവിട്ടണം. ആ ചവിട്ടടികളിൽ എവിടെയെങ്കിലും ഞങ്ങളെ ഹബീബ്, ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കാൽപാദമേറ്റ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്നായി കിട്ടണം. ആ ചവിട്ടിയ സ്ഥലത്തൊന്ന് അതോടെ ചവിട്ടണം. എന്നിട്ട് ആ അലതിയെ എനർജി കൊണ്ടൊന്ന് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. ആ ഒരു ഈമാൻ കൊണ്ടൊന്ന് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. അവിടെ നിന്ന് കിടക്കുന്ന മദീനത്തെ റൗളാ ശരീഫിന്റെ മുന്നിൽ വെച്ച് വിളിച്ച് കരഞ്ഞുകൊണ്ടൊന്ന് സലാം പറയണം. ഒരു തവണ പോരാ, ഇരുതവണ പോരാ, 3 തവണ പോരാ, പലതവണ പോകണം, പലതവണ പറയണം, പലതവണ വിളിക്കണം, പലതവണ സ്നേഹിച്ച് കാത്തിരിക്കണം. ആ കാത്തിരിപ്പിന്റെ സുഖം ഇങ്ങനെ അനുഭവിക്കുമ്പോ ഹബീബായ നബിതങ്ങളെ അങ്ങ് കാണണം. കണ്ടിട്ടൊന്ന് സന്തോഷിക്കണം. നീ ഭാഗ്യം തരണേ അല്ലാഹ്. ആ മദീനയിലടങ്ങാൻ, അവിടെ ഒന്നൊതുങ്ങി ജീവിക്കാൻ, അവിടെ ഒന്ന് മരിച്ചു കിടക്കാൻ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന റൗളാ ശരീഫ് നോക്കിയിട്ട് മദീനത്തെ ജന്നത്തുൽ ബഖീലെങ്കിൽ അതിന്റെ ചാരത്ത് റൗളാ ശരീഫ് നോക്കി ഇങ്ങനെ കിടക്കണം. എന്നിട്ടറിയാതെ അന്ത്യനാളെത്തണം. എന്നിട്ട് ആ ഹബീബ് ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ എന്റെ നേതാവ് പുറത്തേക്ക് വന്നു എന്ന നിലക്ക് ഓടിയടുത്തെത്തണം, കൈപിടിക്കണം, ചുംബിക്കണം, അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്.
അതിന് ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യ മക്കള് ജ്യേഷ്ഠാനുജന്മാര് ഉസ്താദുമാര് സഹപാഠികള് സഹചാരികള് സഹപ്രവർത്തകര് വയലിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് ഭാഗ്യം തന്നനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. അതിന് ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ സദസ്സുകളും നീ കാരണമാക്കണേ അല്ലാഹ്. വായാടികളെ പോലെ പാട്ട് പാടുന്നവരെ പോലെ പാടി പ്രസംഗിച്ച് തിരിച്ചു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ നന്നാകാൻ കാരണമാക്കണേ അല്ലാഹ്. കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാറ്റമുണ്ടാക്കുന്ന സദസ്സ് തന്നനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൗദാ ശരീഫ് നോക്കി കിടന്നിട്ട് എഴുന്നേറ്റ് അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യണം. ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങളെയോ ഞങ്ങളെ ഉസ്താദുമാരെയോ തെറ്റിദ്ധരിച്ചു പോയത് മുഅ്മിനീങ്ങളുണ്ടോ അവർക്ക് സത്യത്തിന്റെ വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഏത് പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രംഗമെത്തിയാലും ഞങ്ങളെ മനസ്സ് നിന്റെ ഖുർആൻ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അടിമക്ക് അല്ലാഹ് മതിയായവനല്ലേ? അതിന് നിന്റെ അടിമയായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. നിന്നെ ഉടമസ്ഥനായി അംഗീകരിച്ചു നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതത്തിന് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹ് നിന്റെ ഹബീബായ നബി തങ്ങളെ കയ്യിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോൾ നീ എന്നെ സാധാരണക്കാരനാക്കിയവനാ പുത്തൻവാദിയാണെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ടെന്ന് നിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഉമ്മമാരെയോ ബാപ്പമാരെയോ ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെയോ ഇഷ്ടപ്പെടുന്ന വഅലിന്റെ മജ്‌ലിസിൽ വന്ന മുഅ്മിനീങ്ങളെയോ മുഅ്മിനാത്തുകളെയോ നീ പെടുത്തി നശിപ്പിക്കരുതേ അല്ലാഹ്.